TDA 7265 ഒരു സബ് വൂഫർ പവറിൽ നമ്മുടെ ഡുവൽ സബ് വൂഫർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതിനിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു 8 ഇഞ്ച് 80 വാട്ട് വൂഫറും ഒരു 10 ഇഞ്ചാണ് അതിൻ്റെ ബാക്കിലാണുള്ളത്. നമുക്കതിൻ്റെ സിഗ്നൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 80 കാണാമല്ലേ. ഇതിപ്പോൾ ഞാൻ അത് ഫ്രീക്വൻസി മാച്ചിലിട്ടൊക്കെയാണ് ഇവിടെ കൂട്ടുമ്പോൾ നോക്കിക്കോളണം. 80 വാട്ട് വൂഫർ പറന്നു പോകും. ഇനി ഇതിൻ്റെ സെപ്പറേഷൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ വൂഫറാണ്. ഇത് ബാക്കിലൊരു വൂഫർ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ. 2 ചാനലാണ്. ഇതിൻ്റെ ഫിൽട്ടർ ഔട്ട് സ്റ്റേജിൽ വരുമ്പോൾ മാത്രമാണ് ഇത് രണ്ടായിട്ട് ജോയിൻ്റ് ആകുന്നത്. അതുവരെ ഇത് 2 ഔട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 വാട്ടിൻ്റെ 2 ആംപ്ലിഫയറൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റിയും കാണില്ല. അപ്പോൾ ഇത് ഇങ്ങനെ 2 ഔട്ട് ടെക്സാസിൻ്റെ IC ആണ്. TL84 82 പിന്നെ 4 ഓപ്പാമ്പ് വരുന്ന IC. ഇതിൻ്റെ സ്പീക്കർ മാച്ചിങ് ആണ്. ബേസ് മാത്രമല്ല, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൺട്രോളും കൂടെയാണ്. ഇപ്പോൾ ആ 8 ഇഞ്ച് വൂഫറിന് മാച്ച് ആവണമെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നോക്കി മാച്ച് ചെയ്ത് കഴിയാം. ഇത് വോളിയം. എത്ര കുറഞ്ഞ വോളിയത്തിൽ നമുക്ക് ബേസ് കേൾക്കാൻ സാധിക്കുന്നൊരു ഫിൽറ്ററാണിത്. റെഡിമെയ്ഡ് കിട്ടത്തില്ല, ഞാനിവിടെ ഡിസൈൻ ചെയ്തതാണ്. 1000 വാട്ടിൻ്റെ 2 ആംപ്ലിഫയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് TDA 7265 ഒരു ബ്രിഡ്ജ് 2 ചാനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. TDA 7265 എല്ലാവർക്കും അറിയാവുന്ന IC ആണ്. ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ 45 വാട്ടിൻ്റെ 2 ചാനൽ RMS കിട്ടുന്ന ക്ലാസ് AB ആണ്. ടെസ്റ്റ് ബോർഡാണ്. ഇതിൻ്റെ നല്ലൊരു പവറാണ്. ഓക്കെ, 12 വോൾട്ട് മുതൽ 13.5 വോൾട്ട് വരെ ബ്രിഡ്ജിൽ വർക്ക് ചെയ്യുന്ന ഒരു IC ആണ് TDA 7265. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഡുവൽ സപ്ലൈ ആയതുകൊണ്ടാണ് ഞാൻ ആ ബോർഡ് തന്നെ കണക്ട് ചെയ്ത് കാണിച്ചത്. എളുപ്പവുമാണ്. ഇനി ഇത് എക്സ്പ്ലോഡിൽ കണക്ട് ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാനിത് ഇട്ടേക്കാം. 12 ഇഞ്ചിൻ്റെ 2 ഡുവൽ എക്സ്പ്ലോഡിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓക്കെ.